മികച്ച സോങ് റൈറ്റർക്കുള്ള ഈ വർഷത്തെ പുരസ്കാരം വേടനെ തേടി എത്തിയിരിക്കുകയാണ്. പക്ഷേ ഇത് ഒരുപാട് വിവാദങ്ങൾക്കും കാരണമായി തീർന്നിട്ടുണ്ട്. നമ്മൾ സോഷ്യൽ മീഡിയാസിലൊക്കെ കയറി നോക്കുകയാണെങ്കിൽ പല കമന്റുകളും നമുക്ക് ഇങ്ങനെയാണ് കാണുന്നത്. ആർക്കും സംശയമൊന്നുമില്ലല്ലോ അല്ലേ? ഈ അവാർഡിനെ വില കളഞ്ഞു. ഒരു രീതിയിലും അർഹതപ്പെടാത്ത ഒരാൾക്കാണ് ഇത് കിട്ടിയിരിക്കുന്നത്. അങ്ങനെ അങ്ങനെ 100 കൂട്ടം കമന്റുകൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്തുകൊണ്ടാണ് വേടനെതിരെ ഇത്രയധികം കമന്റുകൾ വരുന്നത് എന്ന് നമ്മൾ ആലോചിച്ചു പോവുകയാണ്. കാരണം ഒരുപക്ഷെ വേടൻ സ്ത്രീ പീഡന കേസുകളൊക്കെ നേരിടുന്ന ഒരാളാണ്. കഞ്ചാവ് കേസുകളും കുറവല്ല. അങ്ങനെ എടുത്തു പറയത്തക്ക ഗുണങ്ങളൊന്നും അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. ചില സോങ്ങുകളൊക്കെ മികച്ചതുണ്ടെങ്കിൽ പോലും നമ്മുടെ ഇപ്പോഴത്തെ സമൂഹത്തിലെ കുട്ടികൾക്ക് ഒരു രീതിയിലും വഴികാട്ടി ആകേണ്ട ഒരാളല്ല. അപ്പൊ സ്ത്രീ പീഡന കേസുകളൊക്കെ ഒന്നും രണ്ടും അങ്ങനെ നേരിടുന്ന ഒരാള് ഇങ്ങനൊരു അവാർഡിന് അർഹനായപ്പോൾ അത് ജനങ്ങൾക്ക് ഒട്ടും ദഹിച്ച മട്ടല്ല. അതുപോലെ കഞ്ചാവ് കേസുകളും ഉണ്ട്. ഇതുകൊണ്ടൊക്കെ ആയിരിക്കാം ജനങ്ങളെ വേടനെതിരെ തിരിയുന്നത്. എന്താണെങ്കിലും വേടൻ ഫാൻസ് ഒക്കെ ഇത് ആഘോഷിക്കുന്നുണ്ട്. ഇപ്പോൾ ഇതിൽ ജൂറി ആയിരുന്ന ഗായത്രി അശോകൻ പറയുകയാണ്, ഏകകണ്ഠേന ആണ് വേടനെ മികച്ച സോങ് റൈറ്ററായി തിരഞ്ഞെടുത്തിട്ടുള്ളത്. അതിൽ ഒരു എതിർ അഭിപ്രായവും ഉണ്ടായിട്ടില്ല. വിപ്ലവകരമായ മാറ്റങ്ങൾ നമ്മൾ അംഗീകരിക്കണം. അപ്പോൾ ഞാൻ കണ്ട ഒരു കമന്റാണ്, വിപ്ലവകരമായ മാറ്റം എന്ന് പറയുന്നത് എന്താണ്? കഞ്ചാവ് ഉപയോഗിക്കാൻ കുട്ടികളെ പ്രേരിപ്പിക്കുന്നതോ, 2-3 സ്ത്രീകളുടെ കൂടെ കറങ്ങി നടക്കുന്നതും അവരെ ആവശ്യത്തിന് യൂസ് ആൻഡ് ത്രോ ചെയ്യുന്നതോ? ഇതൊക്കെയാണോ വേടൻ നമ്മുടെ കുട്ടികൾക്ക് വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത് എന്ന് ഒരു വിധത്തിൽ നോക്കിയാൽ ആളുകൾ പറയുന്നതും ശരി തന്നെയാണ്. സമൂഹത്തില് ഒരു നേരായ മാർഗം കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കേണ്ട ഒരാൾ നടക്കുന്ന രീതി ഒരു രീതിയിലും നമുക്ക് അംഗീകരിക്കാനാവുന്നതല്ല. എന്താണെങ്കിലും വേടന്റെ ഈ അവാർഡിലെ വിവാദങ്ങളൊന്നും തന്നെ അവസാനിക്കുന്നില്ല. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ടും തുറന്നു പറയുക. കൂടുതൽ വീഡിയോസിനെ കാത്തിരിക്കുക. ടേക്ക് കെയർ.